ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭിന്നശേഷിക്കാർ കൈവരിക്കുന്ന നേട്ടങ്ങൾ രാജ്യത്തിനാകെ പ്രചോദനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാവികസേനാ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന സേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. അനധികൃത കുടിയേറ്റക്കാർക്കും അതിക്രമിച്ചു കടക്കുന്നവർക്കും രാജ്യത്ത് നിയമപരമായ അവകാശമില്ലെന്ന് സുപ്രീം കോടതി. വ്യാജ വാർത്തകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ സംബന്ധിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനം റായ്പൂരിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ആദ്യമായി നടത്തുന്ന സമ്പൂർണ്ണ നാവികസേന അഭ്യാസ പ്രകടനങ്ങൾ ഇന്ന് തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കും. വൈകുന്നേരം നടക്കുന്ന അഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടെ നിന്ന് ശംഖുമുഖത്ത് എത്തുന്നതോടെ നാവികസേനയുടെ സുപ്രധാന യുദ്ധക്കപ്പലുകൾ അണിനിരക്കുന്ന പ്രകടനങ്ങൾക്ക് തുടക്കമാകും. നാവികസേനയുടെ ശക്തിയും പോരാട്ടവീര്യവും ഉയർത്തിക്കാട്ടുന്ന വിധത്തിലാവും 19 വൻ യുദ്ധക്കപ്പലുകളും 32 ഫൈറ്റർ ജെറ്റുകളും രക്ഷാപ്രവർത്തന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇവിടെ പ്രകടനം നടത്തുക. 7 മണിയോടുകൂടി രാഷ്ട്രപതി ശംഖുമുഖത്ത് നിന്ന് മടങ്ങും. ഭിന്നശേഷിക്കാർ കൈവരിക്കുന്ന നേട്ടങ്ങൾ രാജ്യത്തിനാകെ പ്രചോദനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭിന്നശേഷി ദിനത്തിൽ ഭിന്നശേഷി വ്യക്തികളുടെ മികച്ച പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. इसी समाज को सही अर्थों में विकसित माता विकसित माना जा सकता है, जिसमें दिव्यांगजन की बराबर की भागीदारी हो. दिव्यांगजन संवेदनशीलता और करुणा के पात्र नहीं है, ये बराबरी के हिस्सेदार है. കർണാടക സംഗീതത്തിലും ചിത്രകലയിലും കൈവരിച്ച മികച്ച നേട്ടങ്ങൾക്ക് കേരളത്തിൽ നിന്ന് NS ശ്രേയസും പുരസ്കാരത്തിന് അർഹനായി. സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിന് ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിയുള്ള സമൂഹത്തെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിന്റെ 3ാം ദിവസം നടപടികൾ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP നേരത്തെ രാജ്യസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പദ്ധതിയിൽ എല്ലാവിധ ചർച്ചയ്ക്കും തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. വ്യാജ വാർത്തകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധിയുടെ ദുരുപയോഗം തുടങ്ങിയവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയോ നിയമങ്ങളോ അംഗീകരിക്കാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നതെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു കേന്ദ്രമന്ത്രി. फेक न्यूज इज अ थ्रेट टू आवर डेमोक्रेसी टुडे और हमें सोशल मीडिया पर फेक न्यूज पर AI जनरेटेड डीप फेक पर स्ट्रिक्ट एक्शन लेने की जरूरत है. हाल ही में कुछ नए रूल्स भी बनाए गए हैं. AI जनरेटेड डीप फेक्स को आइडेंटिफाई करके उसके ऊपर एक्शन लेने का भी नया रूल ड्राफ्ट पब्लिश किया गया है. कंसल्टेशन इज करंटली गोइंग ऑन. രാജ്യത്തുടനീളമുള്ള റേഷൻ കാർഡുകളിൽ ഏതാണ്ട് 100% ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. 20.58 കോടി ഗാർഹിക റേഷൻ കാർഡുകളിൽ ഏതാണ്ട് എല്ലാം ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം ഗുണഭോക്താക്കൾക്ക് സൌജന്യ റേഷൻ നൽകുന്നുണ്ടെന്നും ഇത് 2029 വരെ തുടരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നതിനായാണ് സന്ദർശനം. സന്ദർശനത്തിനിടെ നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഉൾപ്പെടും. വ്യാപാരം, വാണിജ്യം, ധനകാര്യം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, സംസ്കാരം, മാധ്യമം തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ ഒപ്പുവയ്ക്കും. പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശ രംഗം എന്നീ മേഖലകളെക്കുറിച്ചും ചർച്ചയുണ്ടാകും. തൊഴിലാളികൾക്ക് ഗുണകരമായ കരാറും ഒപ്പുവയ്ക്കുമെന്നാണ് കരുതുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്കും അതിക്രമിച്ചു കടക്കുന്നവർക്കും രാജ്യത്ത് നിയമപരമായ അവകാശമില്ലെന്ന് സുപ്രീം കോടതി. ഏതാനും റോഹിംഗ്യൻ കസ്റ്റഡിയിൽ നിന്ന് അപ്രത്യക്ഷരായതായി ആരോപിച്ച് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ നിരീക്ഷണം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ്
ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. നിയമവിരുദ്ധമായി പ്രവേശിച്ചവർക്ക് പകരം രാജ്യത്തെ പൌരന്മാർക്ക് ആനുകൂല്യങ്ങളും സൌകര്യങ്ങളും നൽകണമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. അനധികൃത കുടിയേറ്റക്കാരെ കസ്റ്റഡി പീഡനത്തിന് വിധേയമാക്കാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ലാളിത്യവും ധൈര്യവും എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സേവനവും കാഴ്ചപ്പാടും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് സമൂഹമാധ്യമത്തിലെ കുറിപ്പിൽ പറഞ്ഞു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി ഖുദിറാം ബോസിന്റെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് ഖുദിറാം ബോസ് എന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിൽ അണിനിരക്കാൻ രാജ്യത്തെ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതിൽ ഖുദിറാം ബോസ് നിർണായക പങ്കാണ് വഹിച്ചതെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. രാജ്യത്ത് ക്ഷയരോഗം മൂലമുള്ള മരണനിരക്ക് 2015 1,25,000 എന്നതിൽ നിന്നും 2024 1,21,000 കുറഞ്ഞിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. ക്ഷയരോഗമുക്ത ഭാരത് പദ്ധതി സംബന്ധിച്ച് പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ക്ഷയരോഗമുക്തി നേടാൻ പാർലമെന്റ് അംഗങ്ങളുടെ പ്രവർത്തനം പ്രധാനമാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. എംപിമാർ അവരുടെ മണ്ഡലങ്ങളിലെ ക്ഷയരോഗമുക്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും വേണം. കേരളത്തിൽ SIRന്റെ ഭാഗമായി ഇതുവരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,47,14,494 ആയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ആകെ വിതരണം ചെയ്ത ഫോമുകളുടെ 88.74%. നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള ഫോമുകൾ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 9-നും 11-നും സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം അതത് ജില്ലകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധിയാണ് അനുവദിച്ചിട്ടുള്ളത്. 9-ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കും 11-ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുമുള്ള ജില്ലകൾക്കുമാണ് അവധി. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ഏകദിനം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ പുരോഗമിക്കുന്നു. ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഭോപ്പാൽ വാതക ദുരന്തത്തിന് ഇന്ന് 31 വർഷം. 1984 ഡിസംബർ 3-നാണ് യൂണിയൻ കാർബൈഡ് കീടനാശിനി ഫാക്ടറിയിൽ വിഷവാതക ദുരന്തമുണ്ടായത്. 2259 പേർ തൽക്ഷണം മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. 5,58,125 പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ രോഗബാധിതരായി. റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയുടെ ദ്വൈമാസ പണനയ അവലോകനത്തിനായുള്ള 3 ദിവസത്തെ യോഗം ഇന്നു മുതൽ. പ്രധാന നിരക്കുകളും തീരുമാനങ്ങളും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസിന്റെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കും. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനിഷ് കുമാറാണ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുക. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ഇന്ത്യയുടെ മികവിനെ ലോകം അംഗീകരിക്കുന്നതിന്റെ തെളിവാണിതെന്ന് ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ബാലവിവാഹ മുക്ത ഭാരതം എന്ന ക്യാമ്പയിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 100 ദിവസത്തെ ബോധവൽക്കരണ ക്യാമ്പയിന് നാളെ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനുള്ള ദേശീയ പ്രതിജ്ഞയും രാജ്യത്തിനുടനീളമുള്ള പ്രചോദനാത്മകമായ കഥകൾ പറയുന്ന ഒരു സിനിമയും പരിപാടിയിൽ ഉൾപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭിന്നശേഷിക്കാർ കൈവരിക്കുന്ന നേട്ടങ്ങൾ രാജ്യത്തിനാകെ പ്രചോദനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നാവികസേനാ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന സേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. അനധികൃത കുടിയേറ്റക്കാർക്കും അതിക്രമിച്ചു കിടക്കുന്നവർക്കും രാജ്യത്ത് നിയമപരമായ അവകാശമില്ലെന്ന് സുപ്രീം കോടതി. വ്യാജ വാർത്തകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ സംബന്ധിക്കും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.